പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിലേക്ക് നീങ്ങുന്നു. നിലവിൽ തുറന്നുവിട്ട സ്ഥലത്ത് നിന്നും 9 കിലോമീറ്റർ അകലെയാണ് അരിക്കൊമ്പൻ. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മയക്കത്തിൽ നിന്ന് പൂർണ്ണമായും ഉണർന്നുവെന്നും വനംവകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിലേക്ക് നീങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ അനുസരിച്ച് തന്നെയാണോ ഇത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് വനം വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്? അൻസില, അരിക്കൊമ്പൻ നിലവിൽ ഈ മേഖലയിൽ പെരിയാർ കടുവ സങ്കേതത്തിലെ നിലവിൽ ആ മേഖലയിൽ കൂടുതൽ സ്ഥലത്തേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് റേഡിയോ സിഗ്നലുകളിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ കൊമ്പൻ ഉള്ളത് ഈ ഇറക്കി വിട്ട സ്ഥലത്ത് നിന്ന് മേധഗാനത്തിന് സമീപമാണ് ആനയെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സംഘം ലോറിയിൽ നിന്ന് ഉൾക്കാട്ടിലേക്ക് വിട്ടത്. ഇന്നലെ അവസാന വിവരം അനുസരിച്ച് ആന 3 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു എങ്കിൽ ഇപ്പോൾ കൂടുതൽ ദൂരത്തിലേക്ക് ആന പോയിട്ടുണ്ട് എന്നുള്ളതാണ്. 9 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ആന നിലവിൽ ഈ GPS കോളറിൽ നിന്നുള്ള സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് വനംവകുപ്പ് സംഘം മനസ്സിലാക്കുന്നത്. ഇത് തമിഴ്നാട്, ഈ വനമേഖലയിൽ തമിഴ്നാടിനോട് ചേർന്ന അതിർത്തി പ്രദേശമാണ്. ഈ മേഖലയിലേക്കാണ് ഇപ്പോൾ ഈ അരിക്കൊമ്പൻ നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാകുന്നത്. മാത്രമല്ല, ഈ അരിക്കൊമ്പനെ ഒരു 8 അംഗ സംഘത്തെ ആനയെ നിരീക്ഷിക്കാനായി വനംവകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. വാച്ചർമാരും അതുപോലെ തന്നെ വെറ്റിനറി സർജൻ അടക്കമുള്ളവർ ചേർന്ന ഒരു സംഘമാണത്. ആ സംഘവും ഈ ആനയ്ക്ക് ഒപ്പം തന്നെയുണ്ട്. ആനയെ നിരീക്ഷിക്കുന്നുണ്ട് അവർ 24 മണിക്കൂറും. ഏതായാലും ആന കൂടുതൽ സ്ഥലത്തേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മയക്കുവെടി വെച്ചതിന്റെ ഒരു ക്ഷീണം ആനയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പൂർണ്ണമായും ആന ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആന ആ മയക്കത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതനായിട്ടുണ്ട് എന്നുള്ളതും വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ആനയുടെ ആരോഗ്യനിലയും നിലവിൽ തൃപ്തികരമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന ഇപ്പോൾ കൂടുതൽ മേഖലയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ 9 കിലോമീറ്ററോളം ആന മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് റേഡിയോ ഈ GPS സിഗ്നലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന GPS കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ കൃത്യമായി തന്നെ വനംവകുപ്പിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അൻസില, അതോടൊപ്പം തന്നെ ഈ ആവാസ വ്യവസ്ഥയുമായി പൂർണ്ണമായും ഇണങ്ങിച്ചേരാൻ ആനയ്ക്ക് എത്ര സമയം വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ വനം വകുപ്പ് കണക്കാക്കുന്നത്? സ്വാഭാവികമായും പുതിയൊരു പുതിയൊരു കാടാണ് അരിക്കൊമ്പനെ സംബന്ധിച്ച് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്ന പ്രദേശം. അവൻ ശീലിച്ച സ്ഥലം ചിന്നക്കനാലും ആ പരിസര പ്രദേശങ്ങളുമാണ്. ഇപ്പോൾ അതൊരു പുതിയ മേഖലയായതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കൂടുതൽ ഇണങ്ങുന്നതിന് സമയം വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത്. കുറഞ്ഞത് 1 മാസമെങ്കിലും ഇതിന് വേണ്ടിവരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശം ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു ആനകളുമായൊക്കെ കൂട്ടുകൂടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായി ആദ്യം ഈ പ്രദേശം പരിചയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏതാണ്ട് 1 മാസത്തോളം സമയം കുറഞ്ഞത് വേണ്ടിവരുമെന്നാണ് വനംവകുപ്പ് സംഘം പറയുന്നത്. അതുവരെ ആനയെ നിരീക്ഷിക്കുന്നത് തുടരാൻ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ച് ഇരിക്കുന്നത്. അതായത് ആന ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം കൂടി വന്നത് പയ്യെ ആ ഒരു സാഹചര്യത്തിൽ ആന ഇണങ്ങി തുടങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ജനവാസ മേഖലയിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയും ഇപ്പോൾ വനംവകുപ്പിനുണ്ട്. ഈ GPS കോളർ ഉള്ളത് കൊണ്ട് തന്നെ ആനയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. എവിടേക്ക് ആന ഇറങ്ങിയാലും കൃത്യമായി വനംവകുപ്പിന് അറിയാൻ കഴിയുകയും ആനയെ അവിടെ നിന്ന് തുരത്താൻ നമുക്ക് കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു മെച്ചം എന്ന് പറയുന്നത്. ഏതായാലും ആന നിലവിൽ കുറഞ്ഞത് 1 മാസത്തിനുള്ളിലെങ്കിലും ഈ പുതിയ ആവാസ വ്യവസ്ഥയുമായി കൂടുതൽ ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻസില, ആന്റണി, അതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ തിരിച്ച് ചിന്നക്കനാലിലേക്ക് എത്തുകയാണെങ്കിൽ അരിക്കൊമ്പനെ ദൗത്യസംഘത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന 4 കുങ്കിയാനകളിൽ 2 കുങ്കിയാനകൾ ഇന്ന് തിരിച്ചു പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ദൗത്യസംഘവും അവരുടെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ ദൗത്യം അരിക്കൊമ്പനെ പിടികൂടി കാടുമാറ്റിയ ദൗത്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കുങ്കിയാനകളുടെ ഒരു സാന്നിധ്യം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പങ്കാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം മയക്കുവെടി ഏറ്റതിനു ശേഷം പൂർണ്ണവുമായും എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഈ കുങ്കിയാനകളാണ്. ആ കുങ്കിയാനകളുടെ ആനയെ നിയന്ത്രണത്തിലാക്കുകയും പിന്നീട് ലോറിയിലേക്ക് കയറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്
ഈ കുങ്കിയാനകളാണ്. ഈ മിഷനിൽ പങ്കെടുത്തത് 4 കുങ്കിയാനകളാണ്. കോന്നി സുരേന്ദ്രൻ, കുഞ്ചു, സൂര്യ, വിക്രം എന്നീ ആനകളാണ്, വയനാട്ടിൽ നിന്നുള്ള കുങ്കിയാനകളാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി പങ്കെടുത്തത്. ഇവർ കഴിഞ്ഞ 1 മാസക്കാലമായി ഇവിടെ ഈ മേഖലയിൽ, ചിന്നക്കനാൽ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ ദൗത്യം പല കാരണങ്ങളാൽ നീളുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും കാലം അവരവിടെ നിൽക്കേണ്ടി വന്നത്. പക്ഷേ ആ പ്രദേശം ഉൾപ്പെടെയൊക്കെ പരിചയപ്പെടുത്തി ഈ മിഷൻ ഇനി കൂടുതൽ കൃത്യമായി ഇടപെടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇന്നിപ്പോൾ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഈ 4 കുങ്കിയാനകളും വയനാട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റൊരു മിഷന് വേണ്ടി അവർ പോവുകയാണ് എന്നുള്ളതാണ്. ഇനി വയനാട്ടിൽ ചെന്നാൽ വിശ്രമകാലമാണ്. അതിനുശേഷം അടുത്ത മിഷനിലേക്ക് ഈ കുങ്കികൾ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ 4 കുങ്കിയാനകൾ കഴിഞ്ഞ കുറെ മിഷനുകളിൽ പങ്കെടുത്ത്, ഈ ആനകളെ പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള മിഷനുകളിൽ പങ്കെടുത്ത് ഏറെ പരിചയമുള്ള ആ 4 കുങ്കിയാനകൾ, കോന്നി സുരേന്ദ്രൻ, കുഞ്ചു, സൂര്യൻ, വിക്രം, ഇവരുടെ വിജയത്തിലേക്ക് പുതിയൊരു കാര്യവും കൂടി ഇപ്പോൾ അരിക്കൊമ്പൻ, ഏറ്റവും കരുത്തനായ അരിക്കൊമ്പനെയും തളച്ചാണ് ഇപ്പോൾ അവർ വയനാട്ടിലേക്ക് ഇടുക്കിയിൽ നിന്ന് മടങ്ങുന്നത്. അൻസില. ആന്റണി, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരിക്കൊമ്പന്റെ ഒപ്പം ഉണ്ടായിരുന്ന കാട്ടാനക്കൂട്ടം, ചക്കക്കൊമ്പൻ അടങ്ങുന്ന കാട്ടാനക്കൂട്ടം ഈ ചിന്നക്കനാൽ പ്രദേശത്ത് നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രദേശവാസികൾ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാട്ടാനക്കൂട്ടം അരിക്കൊമ്പനെ തേടിയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ആ കാട്ടാനക്കൂട്ടം ആ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? ഇന്നലെ വീടുകളടക്കം തകർക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവസാന വിവരപ്രകാരം ഈ മേഖലയിൽ വിലക്കിന് സമീപമുള്ള ചോലക്കാടിനുള്ളിൽ ഈ ആനകൾ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ പുതിയ വിവരങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. ഇന്നലെ ഈ വിലക്ക് ഭാഗത്ത് കാട്ടാനക്കൂട്ടം ഒരു ഷെഡ് തകർത്തിരുന്നു. ഈ നാട്ടുകാർ പറയുന്നത് അത് ഈ അരിക്കൊമ്പനൊപ്പം ഉണ്ടായിരുന്ന ആനകൾ തന്നെയാണ്, ചക്കക്കൊമ്പൻ അടക്കമുള്ള ആനകളാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പറഞ്ഞത്. ഈ അരിക്കൊമ്പൻ പോയ ശേഷം ഈ അരിക്കൊമ്പൻ വന്നിരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഈ ആനക്കൂട്ടം എത്തിയിരുന്നു എന്ന് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആനക്കൂട്ടം ഈ മേഖലയിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻസില. ശരി, വ്യക്തമാണ് ആന്റണി. പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഏറ്റവും ലഭിക്കുന്ന പുതിയ വിവരം. അരിക്കൊമ്പന് റേഡിയോ കോളറിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അരിക്കൊമ്പൻ ദൗത്യത്തിനായി എത്തിയ 4 കുങ്കിയാനകളിൽ 2 എണ്ണം ഇന്ന് മടങ്ങിയേക്കുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്.